ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യുന്നത് പ്രോസസ് അക്കൗണ്ടിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു പ്രോഡക്റ്റ് വ്യത്യസ്ത പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് അതൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നത് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ അതിൽ നേരത്തെ നമ്മൾ അതിൻ്റെ മീനിങ്ങുകൾ, ഡെഫിനിഷനുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ദെൻ വളരെ പഠനാർഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയങ്ങളൊക്കെ അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിലും വാട്സപ്പ് നമ്പറിലും ചോദിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദെൻ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോസസ് അക്കൗണ്ട് ആണ് നമ്മൾ ഒന്നാമത് പറയുന്നത്. അതിൻ്റെ പ്രൊസീജിയർ വരെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദെൻ പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ അവിടെ പ്രോസസ് ലോസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു പ്രോസസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ദെൻ മുഴുവൻ എക്സ്പെൻസുകളും കോസ്റ്റുകളും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. ഇവിടെ ഇൻകംസുകൾ നമുക്കുണ്ടാവില്ല. ദെൻ ഒരു പക്ഷേ നമ്മൾ സ്ക്രാപ്പുകളൊക്കെ വിറ്റിട്ട് കിട്ടുന്ന ഇൻകം ഉണ്ടാവുന്നത്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. ദെൻ ഇവിടെ നമ്മൾ ഒരു സ്ക്രാപ്പ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അവിടെ ഒരു പ്രോസസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അവിടെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ മുഴുവൻ കോസ്റ്റുകളുമാണ് രേഖപ്പെടുത്തുക. കാരണം ഇവിടെ കോസ്റ്റ് മാത്രമാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ദെൻ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോസസ് ലോസ് സംഭവിക്കും എന്നുള്ളതാണ്. പ്രോസസ് ലോസ് നോർമൽ ലോസും ഉണ്ട്, അബ്നോർമൽ ലോസും ഉണ്ട്, കൃത്യമായിട്ട് നമുക്ക് പറയാം. ദെൻ പ്രോസസ് ലോസ് സംഭവിക്കും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ പ്രോസസ് ലോസ് സംഭവിക്കുന്നത് പോലെ തന്നെ പ്രോസസ് ഗെയിനും സംഭവിക്കുന്നുണ്ട്, നേട്ടവും അതിലുണ്ടാകുന്നുണ്ട്. ദെൻ പ്രോസസ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു പ്രതീക്ഷിച്ചിരുന്നു ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാം എന്നുള്ളത്. പക്ഷേ നമുക്ക് ആ പ്രതീക്ഷിച്ച ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, എവിടെയോ ഒരു ഷോർട്ടേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ 100 ക്വാണ്ടിറ്റി ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ 150 ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു, അവിടെ നമുക്കൊരു നേട്ടം ഉണ്ടായി. ദെൻ പ്രോസസ് ഗെയിൻ എന്നതിന് പറയാം. ദെൻ അതുപോലെ തന്നെ ഈ നോർമൽ ലോസും അബ്നോർമൽ ലോസും തമ്മിലുള്ള ഡിഫറൻസസുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലംസുകൾ കുറച്ചധികം നമ്മളിവിടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ദെൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കൃത്യമായിട്ട് കാണുകയും നോട്ട്സുകൾ എഴുതിയെടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രോസസ് കോസ്റ്റിങ്ങിൽ അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട് ആണ് ഇവിടെ പ്രധാനപ്പെട്ട് വരുന്നത്. അഥവാ പ്രോസസ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസുകൾ ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടാണിത്. ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫോളോവിങ് സിറ്റുവേഷൻസ്. ദെൻ ഈ പ്രോസസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് തുടർന്ന് പറയുന്ന കുറച്ച് സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് താഴെ പറയുന്നത് പ്രകാരമാണ് നടക്കുന്നത്. ദെൻ ഒന്നാമത്തെ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്, അഥവാ ഒരു സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. അഥവാ വിത്തൗട്ട് പ്രോസസ് ലോസ്, അവിടെ പ്രോസസ് ലോസുകളൊന്നും സംഭവിക്കാതെയുള്ള ഒരു സിമ്പിൾ പ്രോസസ് അക്കൗണ്ടാണ് ഒന്നാമത് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തേത് പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് നോർമൽ പ്രോസസ് ലോസ്. നോർമൽ പ്രോസസ് ലോസ് സംഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ, നോർമൽ ലോസ് ഉണ്ട്, അബ്നോർമൽ ലോസ് ഉണ്ട്. നോർമൽ ലോസ് സംഭവിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് അബ്നോർമൽ പ്രോസസ് ലോസ്. നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അബ്നോർമൽ പ്രോസസ് ലോസ്. ദെൻ നാലാമത്തേത് പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് പ്രോസസ് ഗെയിൻ, അഥവാ അബ്നോർമൽ ഗെയിൻ വരുന്ന സാഹചര്യം. ദെൻ അഞ്ചാമത്തേത് വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ആറാമത്തേത് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്. ഏഴാമത്തേത് ജോയിൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ദെൻ ഒന്നാമത്തേത് നോക്കാം, സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് അഥവാ വിത്തൗട്ട് പ്രോസസ് ലോസ്. Then in this case it is very easy to prepare process accounts. Process account തയ്യാറാക്കാൻ ഏറ്റവും വളരെ ഈസിയാണ് ഈ ഒരു ഘട്ടത്തിൽ. A separate account is open for each process. ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. അഥവാ പ്രോസസ് 1-ന് ഒരു അക്കൗണ്ട്, പ്രോസസ് 2-ന് ഒരു അക്കൗണ്ട്, പ്രോസസ് 3-ക്ക് ഒരു അക്കൗണ്ട്, അങ്ങനെ എത്ര പ്രോസസ്സുകളുണ്ടോ അത്രയും അക്കൗണ്ടുകൾ തയ്യാറാക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓൾ കോസ്റ്റ് അഥവാ മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓവർ ഹെഡ്സ് ആർ ഡെബിറ്റഡ് ടു ദ അക്കൗണ്ട്. എല്ലാ കോസ്റ്റുകളും ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്.
ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രോസസ്സ്, ഈ പ്രോസസ്സിൻ്റെ മുഴുവൻ കോസ്റ്റുകളും, അതായത് ടോട്ടൽ ഓഫ് ദ ഡെബിറ്റ് ഓഫ് പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലുള്ള മുഴുവൻ കോസ്റ്റുകളും ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ്സ്, അഥവാ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. യൂണിറ്റ്സ് ആസ് വെൽ ആസ് വാല്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2 കോളം, ഇതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞ പാർട്ടിൽ അഥവാ ഫസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ പ്രൊസീജിയർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അവിടെ പറഞ്ഞു പ്രോസസ് അക്കൗണ്ടിൽ 2 കോളം ഉണ്ടാവും, അഥവാ പർട്ടിക്കുലേഴ്സിന് പുറമെ 2 കോളം. അതിൽ ഒന്നിൽ യൂണിറ്റും അതുപോലെ തന്നെ മറ്റൊന്നിൽ എമൗണ്ട് വാല്യൂ ആണ് എഴുതുക എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. യൂണിറ്റ് ആസ് വെൽ ആസ് വാല്യൂ, യൂണിറ്റും അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഔട്ട്പുട്ട് ഓഫ് ദ വൺ പ്രോസസ് ബിക്കം ദ റോ മെറ്റീരിയൽ ഓഫ് ദി സബ്സീക്വൻറ്റ് പ്രോസസ്. ദെൻ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തൊട്ടടുത്ത പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ ആയിരിക്കും. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദെൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഈച്ച് പ്രോസസ്, ഓരോ പ്രോസസ്സിൻ്റെയും അവസാനത്തിൽ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഒപ്റ്റെയിൻഡ്. കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കാണണം, അഥവാ അത് അക്കൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഓരോ അക്കൗണ്ട് കഴിയുമ്പോഴും കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര എത്തി എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അസർട്ടൈൻ ചെയ്യണം. ദെൻ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ദെൻ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വന്നത് നോക്കുക. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കുക. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, അഥവാ നമ്പർ ഓഫ് യൂണിറ്റ് എത്രയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. ഇങ്ങനെയാണ് നമുക്ക് യൂണിറ്റ് കോസ്റ്റ് കാണുക. ദെൻ ഇവിടെ നമുക്ക് പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഒന്ന് ജസ്റ്റ് നോക്കാം. ദെൻ പ്രോസസ് അക്കൗണ്ട് എന്ന ഹെഡിങ് കൊടുക്കുക. ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എന്നുള്ള രൂപത്തിലാണ് എഴുതുന്നത്. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിന് പുറമെ 2 കോളംസുകൾ വരുന്നുണ്ട്. ഒന്നിൽ യൂണിറ്റും മറ്റൊന്നിൽ എമൗണ്ടും ആണ് വരുന്നത്. ദെൻ ഡെബിറ്റ് സൈഡിൽ നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, വേജസ് ഓർ ലേബർ ഓൾസോ. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വരുന്നത്. ദെൻ ഒപ്പം തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അഥവാ ഓവർ ഹെഡ്സുകളാണ് അതിൻ്റെ പരിധിയിൽ വരിക. അതർ എക്സ്പെൻസുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഡെബിറ്റ് സൈഡിൽ കൊടുക്കാം. സിംപ്ലി പറഞ്ഞാൽ മുഴുവൻ എക്സ്പെൻസുകളും ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. ഇവിടെ നമ്മൾ കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻകം ഉണ്ടാവണമെന്നില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ബൈ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യാം, ബാലൻസിങ് ഫിഗർ ആയിട്ട്. ദെൻ അത് ട്രാൻസ്ഫർ ഓഫ് ഔട്ട്പുട്ട്, ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു എമൗണ്ട് കൂടിയാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്രോഡക്റ്റ് എക്സ് റിക്വയേഴ്സ് 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സസ്. പ്രോഡക്റ്റ് എക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന് 3 പ്രോസസ്സുകളാണുള്ളത്. ദെൻ ആൻഡ് ആഫ്റ്റർ ദ 3rd പ്രോസസ് ദ പ്രോഡക്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പാർട്ട് 1 മുഴുവൻ പ്രോസസ്സുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളത്. അതൊരു റെഗുലർ പ്രോസസ്സ് മാത്രമാണ്. ദെൻ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ വേരിയസ് പ്രോസസ് അക്കൗണ്ട്സ് ഫ്രം ദി ഫോളോവിങ് ഇൻഫോർമേഷൻ. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ് അക്കൗണ്ടുകൾ നമ്മൾ തയ്യാറാക്കണം. ദെൻ ഐറ്റംസുകൾ നോക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽസ് ടോട്ടൽ 5000 ആണ്. പ്രോസസ് 1 4000, ദെൻ പ്രോസസ് 2 600, പ്രോസസ് 3 400. ദെൻ ഡയറക്റ്റ് ലേബർ 4000 ആണ്. 1500 1, 1600 2, 900 3. ഡയറക്റ്റ് എക്സ്പെൻസസുകൾ 800 ടോട്ടലാണ്. ദെൻ 500 1, ദെൻ 300 പ്രോസസ് 2, 3rd അതില്ല. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് അഥവാ എക്സ്പെൻസസുകളാണ് പറയുന്നത്. ടോട്ടൽ 6000 ആണ്. ദെൻ 1 2 3 അങ്ങനെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. ദെൻ ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് നോക്കുക. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ടു ബി അലോക്കേറ്റഡ് ടു ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഓൺ ദ ബേസിസ് ഓഫ് 150 ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൻ്റെ 150%. നേരത്തെ നമ്മൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 6000 തന്നിട്ടുണ്ട്. ദെൻ ഈ 6000-നെ ഓരോ ഓവർ ഹെഡിലേക്കും വേജസിൻ്റെ 150% ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓരോ ഹെഡിലെയും ഓരോ പ്രോസസ്സിലെയും വേജസ് എത്രയാണെന്ന് നോക്കുക. ആ വേജസിൻ്റെ 150% ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ദെൻ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദി പീരിയഡ് വാസ് 200 യൂണിറ്റ്. 200 യൂണിറ്റാണ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കേണ്ടത്. അസ്യൂമിങ് ദർ ഇസ് നോ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഇവിടെ നിലവിൽ നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതും പ്രത്യേകം പറയുന്നുണ്ട്. ദെൻ അതിൻ്റെ സൊല്യൂഷനിലേക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ദെൻ നോക്കുക.
ഡയറക്റ്റ് മെറ്റീരിയൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂണിറ്റ് കോളത്തിൽ നമ്മൾ ആകെ എത്രയാണ് യൂണിറ്റ് ഉണ്ടാകുന്നത് അത് ഒറ്റ പ്രാവശ്യം റെക്കോർഡ് ചെയ്താൽ മതി. അതെല്ലാത്തിനും അത് തന്നെയാണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഫീച്ചേഴ്സിലൊക്കെ നേരത്തെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേപോലെയുള്ള പ്രോഡക്റ്റാണ്, അങ്ങനെ ഓരോന്നിനും എഴുതേണ്ട ആവശ്യമില്ല, ഒരൊറ്റ പ്രാവശ്യം മാത്രം യൂണിറ്റ് കാണിച്ചാൽ മതി. 200 യൂണിറ്റ് ആണെന്ന് അവിടെ പറഞ്ഞു. ഡയറക്റ്റ് മെറ്റീരിയൽ 400 ആണ് പ്രോസസ് 1 എന്നുള്ളത് നമുക്കറിയാം, അവിടെ എഴുതി കൊടുത്തു. ഡയറക്റ്റ് ലേബർ 1500 ആണെന്നുള്ളത് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസുകൾ 500 ആണെന്നുള്ളതും കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നീട് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 150% ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് വേജിൻ്റെ 150% എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഡയറക്റ്റ് ലേബർ 1500 രൂപയാണ്, അതിൻ്റെ 150% 2250 ആണ്. ദെൻ അതോടുകൂടി ഡെബിറ്റ് സൈഡ് ഓക്കെ ആയി. ദെൻ ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ സിമ്പിളാണ്. ദെൻ നമ്മൾ പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അവിടെ നിലവിൽ എത്രയാണോ നമ്മൾ ബാലൻസിങ് ചെയ്യുക, ബാലൻസിങ് ഫിഗർ നമ്മൾ എത്രയാണെന്ന് കണ്ടെത്തുക. 200 യൂണിറ്റിന് 8250 ആണ് അവിടെ ലഭിക്കുന്നത്. ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് കാണുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ്. ഇവിടെ 8250 ആണ് പ്രോസസ് 1ൽ ടോട്ടൽ കോസ്റ്റ് എത്തി നിൽക്കുന്നത്. ദെൻ ഡിവൈഡഡ് ബൈ 200 ആണ് അവിടെ വന്നിട്ടുള്ളത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രോസസ് 1 കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഒരു പ്രോഡക്റ്റിന് 41 രൂപ 25 പൈസയാണ് ഇവിടെ ആയിട്ടുള്ളത്. ഇനി തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ പ്രോസസ്സിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയത് രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ഒന്നാമത്തെ പ്രോസസ്സിൽ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതിയ 200 യൂണിറ്റും അതുപോലെ തന്നെ 8250 രൂപയും നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ഇത്രയും ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇവിടെ പ്രോസസ് 2ൽ അതിൻ്റെ അടുത്ത ആ പ്രോഡക്റ്റുമുള്ള അടുത്ത വർക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ അത്രയും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഇവിടെ പരിധിയിൽ നമ്മൾ പെടുത്തണം. ദെൻ അതാണ് ഡെബിറ്റ് സൈഡിൽ ആദ്യം വന്നത്, ടു പ്രോസസ് 1 അക്കൗണ്ട്. പ്രോസസ് 1 അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത്, അഥവാ ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോസസ് 1 അക്കൗണ്ട് എന്ന് എഴുതിയാലും മതി. ദെൻ അത് 200 യൂണിറ്റ്, ദെൻ 8250 ആണ്. ഇനി ടു ഡയറക്റ്റ് മെറ്റീരിയൽ, അവിടെ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും 200 എഴുതേണ്ട ആവശ്യമില്ല. കാരണം നേരത്തെയുള്ള 200 തന്നെയാണ് നമ്മൾ വീണ്ടും പണിയെടുക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ വീണ്ടും ക്വാണ്ടിറ്റി എഴുതേണ്ട ആവശ്യമില്ല. ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽസ് 600 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോസസ് 2ൽ. ഡയറക്റ്റ് ലേബർ 1600 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് 300 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് നേരത്തെ ഡയറക്റ്റ് ലേബർ 1600 ആയിരുന്നു, അതിൻ്റെ 250% 2400 ആണ്. ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ബൈ പ്രോസസ് 3 അഥവാ പ്രോസസ് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. ദെൻ ഈ ബാലൻസിങ് ഫിഗർ നോക്കുക, 13,150 ആയിരിക്കും കിട്ടുക. ദെൻ ഇവിടെ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ അത് ടോട്ടൽ കോസ്റ്റ് 13,150 എന്നുള്ളത് നമ്മൾ ഇവിടെ തന്നെ കണ്ടെത്തി ബാലൻസ് ചെയ്തപ്പോൾ, ഡിവൈഡ് ബൈ 200 ചെയ്യുക. ദെൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രോഡക്റ്റിന് നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് വന്നത് 65 രൂപ 75 പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പ്രോസസ്സ് അതുമേൽ കംപ്ലീറ്റ് ആയി. ദെൻ തേർഡ് പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുമ്പോൾ 3 പ്രോസസ്സാണെന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ പ്രോസസ്സിൽ നോക്കുക നിങ്ങൾ, സെക്കൻഡ് അക്കൗണ്ട് പ്രോസസ് 2 അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു വന്നതാണ്. ദെൻ 200 യൂണിറ്റും 13,150. ദെൻ അതിൻ്റെ കൂടെ ഡയറക്റ്റ് മെറ്റീരിയൽ വീണ്ടും വന്നിട്ടുണ്ട്, ലേബർ വന്നിട്ടുണ്ട് 900. ഒപ്പം തന്നെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 1350 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ ഒപ്പം തന്നെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്, ഇനി നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോസസ് 4 ഇല്ല നമുക്ക്, അഥവാ അന്തിമ ഔട്ട്പുട്ട് ആയിട്ടുണ്ട്. അത് 200 യൂണിറ്റ് 15,800 രൂപയാണ്. ദെൻ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുമ്പോൾ 15,800 ഡിവൈഡഡ് ബൈ 200, ദെൻ 79 രൂപയാണ് ഇപ്പോൾ അതിന് കോസ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പുറമെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കസ്റ്റമേഴ്സുമായിട്ട് ഡീലിങ്സ് നടത്തുന്നത്. ദെൻ ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗമാണ് പറയുന്നത്. ഒന്നാമത്തെ ഭാഗം നമ്മൾ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു, വിത്തൗട്ട് പ്രോസസ് ലോസ് എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം പ്രോസസ് ലോസ് സംഭവിക്കുമ്പോൾ, അഥവാ പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് നോർമൽ പ്രോസസ് ലോസ് സംഭവിക്കുമ്പോഴുള്ള കാര്യമാണ്. ദെൻ ഇഫ് ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ഈസ് ലെസ് ദാൻ ദ ഇൻപുട്ട് ഓഫ് ദാറ്റ് പ്രോസസ്സ്, ഔട്ട്പുട്ട് ഇൻപുട്ടിനേക്കാൾ കുറയുക എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് റോ മെറ്റീരിയൽസ് നമ്മൾ ധാരാളം കൊടുത്തിരുന്നു, പക്ഷേ ആ കൊടുത്ത റോ മെറ്റീരിയൽസിനനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാകുന്നില്ല എന്നതാണെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് പ്രോസസ് ലോസ്. ഇതിനെയാണ് പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു 100 രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട് 100 രൂപയ്ക്ക് ആവശ്യമായ
ആവശ്യമായ 100 രൂപയുടെ മെറ്റീരിയൽ കൊടുത്തു, മുഴുവൻ റോ മെറ്റീരിയൽസും കൊടുത്തു. പക്ഷേ പ്രോഡക്റ്റ് ഉണ്ടാക്കി വന്നപ്പോൾ അതൊരു 80 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് പോലും ആയിട്ടില്ലെങ്കിൽ അതിനർത്ഥം എവിടേക്കോ പല റോ മെറ്റീരിയൽസ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പല ലേബർ ഷോർട്ടേജുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ദെൻ അതുകൊണ്ടാണ് പറയുന്നത് ഇഫ് ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ഈസ് ലെസ് ദാൻ ദി ഇൻപുട്ട് ഓഫ് ദാറ്റ് പ്രോസസ്സ്. ഒരു പ്രോസസ്സിൻ്റെ ഇൻപുട്ടിനേക്കാൾ ഔട്ട്പുട്ട് കുറയുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഈസ് സം ലോസ്, അവിടെ കുറച്ച് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ ദിസ് ലോസ് ഈസ് നോൺ ആസ് പ്രോസസ് ലോസ്. ഇതിനെയാണ് നമ്മൾ പ്രോസസ് ലോസ് എന്ന് വിളിക്കുന്നത്. ഇൻ ഷോർട്ട്, പ്രോസസ് ലോസ് ഈസ് ദാറ്റ് quantity lost in the process by way of waste, scrap or spoilage. Then വളരെ ഷോർട്ടായിട്ട് നമുക്ക് പ്രോസസ് ലോസ് എന്താണെന്ന് പറഞ്ഞാൽ ദാറ്റ് ക്വാണ്ടിറ്റി ലോസ്റ്റ് ഇൻ ദ പ്രോസസ്സിൽ ക്വാണ്ടിറ്റി കുറയുക. നമുക്ക് ഔട്ട്പുട്ടിൽ അത്രയും ക്വാണ്ടിറ്റി ഇല്ല. നേരത്തെ നമ്മൾ 200 ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ 200 ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 200 ക്വാണ്ടിറ്റിക്കുള്ള മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എല്ലാ സംഗതികളും കൊടുത്തു. പക്ഷേ എവിടെയോ ഒരു ഷോർട്ടേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വേസ്റ്റ് എന്ന്, ലോസ് എന്ന് പറയുന്നത്. ബൈ വേ ഓഫ് വേസ്റ്റ്, സ്ക്രാപ്പ് ഓർ സ്പോയിലേജ് എന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട്. വേസ്റ്റ് ആണോ അല്ലെങ്കിൽ സ്ക്രാപ്പായിട്ടോ അല്ലെങ്കിൽ സ്പോയിലേജ് ആയിട്ട് വല്ല കുറവുകളും സംഭവിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ നഷ്ടം സംഭവിച്ചതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ പ്രോസസ് ലോസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ 2 കാറ്റഗറി. 2 കാറ്റഗറിയിലാണ് പ്രോസസ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഒന്ന് നോർമൽ പ്രോസസ് ലോസ് ആൻഡ് അബ്നോർമൽ പ്രോസസ് ലോസ്. നോർമൽ പ്രോസസ് ലോസും സംഭവിക്കുന്നുണ്ട്, അബ്നോർമൽ പ്രോസസ് ലോസ് സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ ചില ചെറിയ വേസ്റ്റേജുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിനെയാണ് നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ദെൻ ഇത് ഒരു നോർമലിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അബ്നോർമൽ പ്രോസസ് ലോസ് ആണ്. എന്താണ് നോർമൽ പ്രോസസ് ലോസ് എന്ന് നമുക്ക് നോക്കാം. നോർമൽ പ്രോസസ് ലോസ് ഈസ് ദ ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഹെറൻറ്റ് നേച്ചർ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ കൂടെ തന്നെ മെറ്റീരിയൽസിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അൺഅവോയ്ഡബിൾ വേസ്റ്റേജിനെയാണ് അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ ലോസിനെയാണ് നമ്മൾ നോർമൽ ലോസ് എന്ന് പറയുന്നത്. ദെൻ സിംപ്ലി പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെയർ ഉണ്ടാക്കുമ്പോൾ, ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ, ഈ ടേബിൾ ഉണ്ടാക്കുന്നതിനും അത് മിനുസപ്പെടുത്തുന്നതിനും അതിൻ്റെ അളവ് ക്ലിയർ ചെയ്യുന്നതിനൊക്കെ ചെറിയ വേസ്റ്റുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ മിനുസപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ ആശാരിമാർ മിനുസപ്പെടുത്തുന്ന പ്രോസസ്സിൽ ഒരുപാട് ചെറിയ വേസ്റ്റുകൾ സ്വാഭാവികമായിട്ട് പോവാറുണ്ട്. അത് നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതിന് നോർമൽ പ്രോസസ് ലോസ് എന്നാണ് പറയുന്നത്. ഇറ്റ് അറൈസസ് അണ്ടർ നോർമൽ കണ്ടീഷൻസ്. സാധാരണ കണ്ടീഷനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് എയ്തർ വേസ്റ്റ് ഓർ സ്ക്രാപ്പ് ഓർ ബോത്ത്. ദെൻ അത് ചിലപ്പോൾ വേസ്റ്റ് ആവാം, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. നോർമലി സംഭവിക്കുന്നതാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ സാധനങ്ങളൊക്കെ ഒരു പക്ഷേ ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ മരക്കഷ്ണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കട്ടായി പോകുന്നതാണ്. ഇത് നോർമൽ സംഭവിക്കുന്നതാണ്. ദെൻ അതാണ് നമ്മൾ സാധാരണഗതിയിലുള്ളത്. ദെൻ അതുകൊണ്ട് തന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് ലോസ് ഇൻ വെയിറ്റ് എന്ന് പറയാം. ചില പ്രോഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു വെയിറ്റും അത് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇത് ലോസ് ഇൻ വെയിറ്റ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഈ നോർമൽ പ്രോസസ് ലോസിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ലോസ് ഇൻ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില മെറ്റീരിയൽസിൻ്റെ പാക്കറ്റിൽ പാക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ വെയിറ്റ് എഴുതിയെടുത്ത് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും അറ്റ് ദ ടൈം ഓഫ് പാക്കിംഗ് ടൈം അല്ലെങ്കിൽ അറ്റ് ദ ടൈം പാക്കേജ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയത് കാണാം. പാക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയാണ് വെയിറ്റ് എന്നുള്ളതാണ്. ഇനി അത് എഴുതിയിട്ടില്ലെങ്കിലും നോർമൽ അസംഷൻ നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുക, പാക്ക് ചെയ്യുമ്പോൾ ഇത്രയായിരുന്നു വെയിറ്റ് എന്നുള്ളത്. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് ഇൻ വെയിറ്റ്. ഇങ്ങനെ വെയിറ്റിലൊക്കെ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. നോർമൽ ലോസ് ഈസ് നോട്ട് എ ലോസ്. സാധാരണഗതിയിൽ സംഭവിക്കുന്ന ലോസ് അതൊരു ലോസ് ആയിട്ട് നമ്മൾ കണക്കാക്കാറില്ല. സോ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് വെച്ചാൽ അതൊക്കെ സാധനത്തിന് ഉണ്ടാക്കുന്നതിനുള്ള ചിലവായിട്ട് നമ്മൾ പരിഗണിക്കാറാണ് പതിവ്. സാധാരണഗതിയിൽ ഒരു മരം വാങ്ങി നമ്മൾ ചെയർ ഉണ്ടാക്കുമ്പോൾ ഈ ചെറിയ കട്ട് പീസുകളൊക്കെ സാധാരണ പ്രൊഡക്ഷൻ്റെ ചിലവായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. ലോസ് ഇൻ വെയിറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദ കൺസേൺഡ് പ്രോസസ് അക്കൗണ്ട്. ലോസ് ഇൻ വെയിറ്റ് എന്ന് പറയുന്നത് കൺസേൺഡ് പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സംശയം ഉണ്ടാവും നമുക്ക്. ദെൻ സാധാരണഗതിയിൽ എല്ലാ കോസ്റ്റുകളും ഡെബിറ്റ് സൈഡിലല്ലേ രേഖപ്പെടുത്താറുള്ളത്. ഇതെന്താണ്, ഇത് കോസ്റ്റാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതെന്തുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോയി എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു സംശയമായിരിക്കും. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സാധനം നമ്മൾ സ്ക്രാപ്പിൻ്റെ പരിധിയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ പരിധിയിലേക്ക് പോയി കഴിഞ്ഞാൽ ദെൻ ഇവിടെ നമുക്ക് ആ വേസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റിന്മേൽ കാണാൻ പറ്റില്ല. പക്ഷേ നമ്മളത് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിലേക്ക് കൊണ്ടുവരികയും വേണം.
ഒരു പക്ഷേ അത് വിൽക്കുമ്പോൾ നമുക്ക് ഇൻകം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ആ അർത്ഥത്തിൽ ഇത് ഡയറക്റ്റ് കോസ്റ്റ് അല്ലാതെ ഒരു ഇൻഡയറക്റ്റ് എന്ന പരിധിയിലേക്ക് പോവുകയും ഈ സാധനം നമ്മൾ പിന്നീട് അത് വിറ്റ് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ അങ്ങനെ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഇത് ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് റെക്കോർഡ് ചെയ്യുള്ളൂ. എമൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്കതിൻ്റെ വരുമാനമൊന്നും ആയിട്ടില്ല, പക്ഷേ ക്വാണ്ടിറ്റിയിൽ അത് കുറവ് നമുക്ക് കൃത്യമായിട്ട് കാണുകയും വേണം. ദെൻ അങ്ങനെയാണ് നമ്മൾ ഇത് ക്വാണ്ടിറ്റിയിൽ മാത്രം റെക്കോർഡ് ചെയ്യുന്നത്. എമൗണ്ട് കോളത്തിൽ ഇവിടെ നമ്മൾ ലോസ് ഇൻ വെയിറ്റ് കാണിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം എമൗണ്ടിൽ കൂടി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് കുറഞ്ഞ് കാണുകയും, അങ്ങനെ കോസ്റ്റ് കുറഞ്ഞ് കണ്ടാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ MRPയിൽ അഥവാ അന്തിമ വിലയിൽ അത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എമൗണ്ടിൽ അത് കാണിക്കൂല, പകരം ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് കാണിക്കുന്നത്. ദെൻ ഇത് കാണുന്നതിന് വേണ്ടി ഒരു ചെറിയ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം, ലോസ് ഇൻ വെയിറ്റ് എങ്ങനെ കാണാം എന്നുള്ളത്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ദെൻ ഔട്ട്പുട്ട് ഫ്രം ദി പ്രിസീഡിംഗ് പ്രോസസ്സ്, തൊട്ട് മുന്നേയുള്ള പ്രിസീഡിംഗ് പ്രോസസ്സിലുള്ള ഔട്ട്പുട്ട് നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടുക. ദെൻ എന്നിട്ട് മൈനസ് ദെൻ ഔട്ട്പുട്ട് ഓഫ് ദ കൺസേൺഡ് പ്രോസസ്സ്, ഈ നമ്മുടെ ഈ പ്രോസസ്സിലെ ഔട്ട്പുട്ടുകളും ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ചേർത്ത് വെച്ച് കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഇൻ വെയിറ്റ് കൃത്യമായിട്ട് കണ്ടെത്താവുന്നതാണ്. ദെൻ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Then from the following figures show the cost of the 3 process of manufacture. മാനുഫാക്ചറിൻ്റെ 3 പ്രോസസ്സുകൾ നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ദെൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. The production of each process is passed on to the next process immediately on completion. ദെൻ ഒരു പ്രോഡക്റ്റിൻ്റെ ഒന്നാമത്തെ പ്രോസസ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത പ്രോസസ്സിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു നോർമൽ പ്രയോഗം നടത്തിയതാണ്. ദെൻ വേജസ് ആൻഡ് മെറ്റീരിയൽസ്. ദെൻ പ്രോസസ്സ് A, B, C 3 പ്രോസസ്സുകളാണ്. എയിൽ 30,400, ദെൻ ബിയിൽ 12,000, സിയിൽ 29,250. ദെൻ ഓവർ ഹെഡ്സ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. ദെൻ സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓരോ പ്രോസസ്സിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ തന്നിട്ടുണ്ട്. 1 ജൂലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പണിംഗ് ആണ് വരിക എന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ യൂണിറ്റ്സ് ഫ്രം പ്രിസീഡിംഗ് പ്രോസസ്സ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ പ്രിസീഡിംഗ് പ്രോസസ്സിലുള്ള യൂണിറ്റ് ആണെന്നും പറയുന്നുണ്ട്. അവിടെ പ്രോസസ്സ് എയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും വന്നിട്ടില്ല. ദെൻ ബി, സിയിലേക്ക് പോകുമ്പോഴാണ് അതുള്ളത്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്കും കൃത്യമായിട്ട് അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ നോക്കുക. ഇവിടെ നമുക്കതിൻ്റെ സൊല്യൂഷൻ നോക്കാം. പ്രോസസ് എയിൽ നമുക്ക് തന്ന ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഇല്ല എന്നുള്ളത് ക്വസ്റ്റനിൽ കൃത്യമായിട്ട് അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ആ ചാർട്ടിൽ മനസ്സിലാകും. ദെൻ ഡെബിറ്റ് സൈഡിൽ മെറ്റീരിയൽസ് ഉണ്ട്. അത് 36,000 യൂണിറ്റ് ആണെന്നുള്ളത് അവിടെ നമുക്ക് കാണാവുന്നതാണ്. 36,000 യൂണിറ്റ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ വേജസിൻ്റെയും അതുപോലെ തന്നെ വർക്ക് ഓവർ ഹെഡിൻ്റെയും താഴെ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ് എന്ന് കൃത്യമായിട്ട് അവിടെ തന്നിട്ടുണ്ട്. എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. 36,000 യൂണിറ്റ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അവിടെ. മെറ്റീരിയൽസ് 30,400. ദെൻ വർക്ക് ഓവർ ഹെഡ് 5,600. ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ടോട്ടൽ നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ 36,000 യൂണിറ്റ് അതുപോലെ തന്നെ 36,000 എമൗണ്ടും കിട്ടും. ദെൻ ടോട്ടൽ ഇപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് കാണുന്ന 1 ആണ് നമുക്ക് കിട്ടുക. 1 രൂപയാണ് അത്രയും എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക. സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നുള്ളൂ. ദെൻ പ്രോസസ്സ് ബിയിലേക്ക് വരുമ്പോൾ അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് ക്വസ്റ്റനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് അഥവാ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ് എന്ന് പറഞ്ഞ് താഴെ. ദെൻ സ്റ്റോക്ക് 1 ജൂലൈ 2016 എന്ന് പറഞ്ഞിടത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് മനസ്സിലാക്കണം. പ്രോസസ്സ് ബിയിലും സിയിലും ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. ബിയിൽ 4,000 ആണെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 4,000 ആണ് പ്രോസസ്സ് കോസ്റ്റ് വന്നിട്ടുള്ളത്. 4,000 ആണ്. ദെൻ 4,000 ആണെങ്കിൽ അവിടെ നമ്മൾ അസ്യൂം ചെയ്യുക 4,000 യൂണിറ്റാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെന്നുള്ളത് അറിയാം. ദെൻ ഒപ്പം തന്നെ 36,000 ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് 36,000 നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രോസസ്സ് എയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിലുള്ള ഡയറക്റ്റ് വേജസ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഉണ്ട്, വർക്ക് ഓവർ ഹെഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ദെൻ വേജസ് ആൻഡ് മെറ്റീരിയൽസ് ഒന്നിച്ചാണ് നമ്മൾ തന്നത്. ദെൻ അത് 12,000 രൂപയാണ്. വർക്ക് ഓവർ ഹെഡ് 5,250 രൂപയാണെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ
അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ തന്നിട്ടുണ്ട് കൃത്യമായിട്ട് 1000 ക്ലോസിംഗ് സ്റ്റോക്കാണ് അവിടെ ഉള്ളതെന്നുള്ളത് പ്രോസസ്സ് ബിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒപ്പം തന്നെ പ്രോസസ്സ് എയിലെ ട്രാൻസ്ഫർ കൂടി കഴിഞ്ഞാൽ പ്രോസസ്സ് എയിലുള്ള അഥവാ നമ്മൾ ബാലൻസിങ് ചെയ്യുന്ന സമയം പ്രോസസ്സ് എയിൽ നിന്ന് പ്രോസസ്സ് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അത് 37,500 പക്ഷെ അവിടെ ലോസ് ഇൻ വെയിറ്റ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ 37,500 1000 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു റേറ്റിലേക്ക് എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എന്തോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ കുറവ് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടെത്തിയ ആ ഇക്വേഷൻ മുഖേനയും നമുക്കിത് കാണാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് 56,250 ഡിവൈഡ് ബൈ 37,500 എന്ന് കിട്ടും. ₹1.50 കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പ്രോസസ്സ് സിയിലേക്ക് വരുമ്പോൾ നോക്കുക. നമ്മൾ പ്രോസസ്സ് സിയിലേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അവിടെ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് അവിടെ ₹1.50 ആയിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയാം. 16,500 അവിടെ വന്നിട്ടുള്ളത്. 24,750 അവിടെ ക്വസ്റ്റനിൽ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 16,500 ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് അവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ 4000 യൂണിറ്റ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 4000 യൂണിറ്റിൽ ഒന്നാമത്തെ പ്രോസസ്സിൽ ₹1 നമ്മൾ പറഞ്ഞു. അത് 4000 രൂപയായിരിക്കും. ഇവിടെ 16,500 യൂണിറ്റ് ആണുള്ളത്. അത് ₹1.50 ഇപ്പോൾ ആ പ്രോഡക്റ്റ് എത്തി നിൽക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 24,750 ആയിരിക്കും അതിൻ്റെ എമൗണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോസസ്സ് ബിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത് 37,500 ഒപ്പം 56,250 വേജസ് മെറ്റീരിയൽസ് 29,250 ഉണ്ട്. വർക്ക് ഓവർ ഹെഡ് 6,000 ഉണ്ട്. ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ലോസ് ഇൻ വെയിറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ബാലൻസിങ് ഫിഗർ കാണുമ്പോഴാണ് നമുക്ക് ലോസ് ഇൻ വെയിറ്റ് കിട്ടുക കേട്ടോ. അത് ആദ്യം നമ്മൾ എഴുതുന്നത് മാത്രം. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അവിടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 5,500 ക്ലോസിംഗ് സ്റ്റോക്ക്. പക്ഷേ ഈ പ്രോസസ്സിൽ നമ്മൾ ₹1.50 എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ തന്നെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 48,000 യൂണിറ്റാണ്. അത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ് കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് പ്രോസസ്സ് സിയിൽ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രോസസ്സ് സിയിൽ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ് എന്ന് പറഞ്ഞ് പ്രോസസ്സ് 3യിൽ 48,000 യൂണിറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ. പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് ₹2.25 കിട്ടും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ താഴെ ഒരു നോട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ ദ പ്രോസസ് അക്കൗണ്ട്. നോർമൽ കേസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്, നമുക്കറിയാവുന്നതാണ്. വൈൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ ദ പ്രോസസ് അക്കൗണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലും വരേണ്ടതാണ്. ഇനി അടുത്ത ഒരു രണ്ടാമത്തെ ഭാഗം അബ്നോർമൽ പ്രോസസ് ലോസ് ആണ്. നമ്മൾ നോർമൽ പ്രോസസ് ലോസും അബ്നോർമൽ പ്രോസസ് ലോസും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നോർമൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അബ്നോർമലാണ് പറയാനുള്ളത്. ദ ആക്ച്വൽ ലോസ് ഇൻ ദ പ്രോസസ് മേ ബി മോർ ഓർ ലെസ് ദാൻ ദ എക്സ്പെക്റ്റഡ് നോർമൽ ലോസ്. അതായത് ആക്ച്വൽ ലോസ് സംഭവിച്ചത് മേ ബി മോർ ഓർ ലെസ് ദാൻ ദ എക്സ്പെക്റ്റഡ് നോർമൽ ലോസ്. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ കൂടുതലോ കുറവോ സംഭവിക്കാം. വെൻ ആക്ച്വൽ ലോസ് ഇൻ ദ പ്രോസസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി എസ്റ്റിമേറ്റഡ് നോർമൽ ലോസ്. എസ്റ്റിമേറ്റഡ് നോർമൽ ലോസിനേക്കാൾ വളരെ കൂടുതലാണ് നമുക്ക് ആക്ച്വൽ ലോസ് സംഭവിച്ചത് എങ്കിൽ ഇറ്റ് ഈസ് എ കേസ് ഓഫ് അബ്നോർമൽ ലോസ്. ഇതിനെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മളൊരു ചെയർ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഒരു സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഓട്ടോമാറ്റിക്കലി സാധാരണ കട്ട് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഒരു പകുതി കട്ടായിപ്പോയി അല്ലെങ്കിൽ 60% കട്ടായിപ്പോയി. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് നോർമൽ ലോസിനേക്കാൾ അധികമായിട്ട് ലോസ് സംഭവിക്കുന്നതിനെയാണ് അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ദെൻ ഇൻ ഷോർട്ട്, ലോസ് ഇൻ എക്സസ് ഓഫ് നോർമൽ ലോസ് ഈസ് കോൾഡ് അബ്നോർമൽ ലോസ്. നോർമൽ ലോസിനേക്കാൾ എക്സസ് ആയിട്ട് വല്ലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ലോസ് ആയി കഴിഞ്ഞാൽ അതിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്.
ദെൻ അബ്നോർമൽ ലോസ് അഥവാ അബ്നോർമൽ വേസ്റ്റേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആക്ച്വൽ വേസ്റ്റ് മൈനസ് നോർമൽ വേസ്റ്റ്, അത്രയേ ഉള്ളൂ. ആക്ച്വലി സംഭവിച്ചതും നോർമൽ വേസ്റ്റേജ് സാധാരണ സംഭവിക്കുന്നതുമായിട്ടുള്ളതാണ് ഉദ്ദേശിച്ചത്. എത്രയാണോ ഇപ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടം വന്നത് നോക്കുക, അതേ മൈനസ് സാധാരണ എത്രയാണോ നഷ്ടം വരൽ നോക്കുക, അതാണ് അതിൻ്റെ ഉദ്ദേശം അബ്നോർമൽ വേസ്റ്റ് കാണാനുള്ളത്. അല്ലെങ്കിൽ നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്, സാധാരണ ഔട്ട്പുട്ട് എത്രയാണ് വരുന്നത് നോക്കുക, അതിൽ നിന്നും യഥാർത്ഥത്തിൽ എത്രയാണോ ഇപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടായത് എന്ന് നോക്കുക. ദെൻ എങ്ങനെയാണ് ഇനി അബ്നോർമൽ വേസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. അബ്നോർമൽ ലോസ് ഈസ് എ ലോസ്. റിയലി നമ്മൾ നേരത്തെ പറഞ്ഞു നോർമൽ ലോസ് യഥാർത്ഥത്തിൽ ലോസ് അല്ല, പക്ഷെ അബ്നോർമൽ ലോസ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ലോസാണ്. ഇറ്റ് ഈസ് നോട്ട് റെഗുലർ, അത് റെഗുലറായിട്ട് സംഭവിക്കുന്നതല്ല, എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്. ഹെൻസ് ഇറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു അഫക്റ്റ് ദ പ്രോസസ് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് പ്രോസസ് കോസ്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. ദിസ് മീൻസ് ദാറ്റ് ദ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഈ ഒരു അബ്നോർമൽ ലോസ് സംഭവിച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ ഈ ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ ലോസായിട്ട് കോസ്റ്റായിട്ട് നമ്മൾ ഒരിക്കലും പരിഗണിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ചെയർ ഉണ്ടാക്കുകയാണ്. ഒരു ചെയർ ഉണ്ടാക്കുന്ന സമയത്ത് ആ പണിക്കാരൻ്റെ അബദ്ധവശാൽ ഏതെങ്കിലും ഒരു ഭാഗം കട്ടായിപ്പോയി, അല്ലെങ്കിൽ അത് മുറിച്ചത് തെറ്റായൊരു ഒരു അളവിലാണെങ്കിൽ നമ്മൾ ആ തെറ്റ് സംഭവിച്ചു എന്ന് കരുതി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് കസ്റ്റമറോട് പറഞ്ഞിട്ട് നിങ്ങളുടെ ചെയർ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇന്ന ഭാഗങ്ങൾ ഞാൻ തെറ്റായിട്ട് മുറിച്ചു, അതുകൊണ്ട് അതിനുള്ള ക്യാഷ് കൂടി വേണം നമ്മൾ ഒരു കസ്റ്റമറോട് പറയാറില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, നോർമൽ പ്രോസസ് ലോസ് സംഭവിക്കുകയാണെങ്കിൽ അത് നേരത്തെ തന്നെ നമ്മൾ കണ്ടെത്തി അതനുസരിച്ചുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ പറയുക. പക്ഷേ അബ്നോർമൽ പ്രോസസ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ അബ്നോർമലായിട്ട് സംഭവിച്ച ഒരു വേസ്റ്റേജിനും നമ്മൾ ആ പ്രോഡക്റ്റിനെ അതിൻ്റെ കോസ്റ്റായിട്ട് ഒരിക്കലും കണക്കാക്കാൻ പാടില്ല എന്നുള്ളതാണ്. Then thus it is valued at full cost and credited to process account. Then ഇത് ഫുൾ കോസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം, ഒപ്പം തന്നെ പ്രോസസ് കോസ്റ്റിൽ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. എന്ന് വെച്ചാൽ ഈ കോസ്റ്റ് ഒരിക്കലും നമ്മൾ പ്രോഡക്റ്റിനെ ചാർജ് ചെയ്യാൻ പാടില്ല. പ്രോസസ് കോസ്റ്റിൽ ഇത് ക്രെഡിറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്, ഡെബിറ്റ് സൈഡിലേക്കല്ല. ദെൻ അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. നോർമലി ഔട്ട്പുട്ട് എത്രയാണ് അതിന് നോർമൽ കോസ്റ്റ് നോക്കുക, ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എത്രയാണെന്നുള്ളത് എടുക്കുക. ദെൻ ഇൻ ടു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് എത്രയാണ് സംഭവിച്ചത് അതിൻ്റെ യൂണിറ്റ് നോക്കുക. ദെൻ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതായത് ടോട്ടൽ ഡെബിറ്റ് എമൗണ്ട് ഇൻ ദ പ്രോസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഏറ്റവും ടോട്ടൽ എത്രയാണെന്നുള്ളത് നോക്കുക. ദെൻ അതാണ് അവിടെ പറഞ്ഞത്, ടോട്ടൽ ഡെബിറ്റ് എമൗണ്ട് ഇൻ ദ പ്രോസസ് അക്കൗണ്ട് അഥവാ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്തിയാന്ന് നോക്കുക, മൈനസ് സെയിൽ പ്രൊസീഡ് ഓഫ് സ്ക്രാപ്പിൻ്റെ സെയിൽസ് വാല്യൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ നഷ്ടപ്പെട്ട് മുറിഞ്ഞു പോയി, ഇനി അത് നമുക്ക് സ്ക്രാപ്പായിട്ട് വിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആ സ്ക്രാപ്പിൽ നിന്ന് എത്രയാണോ പ്രതീക്ഷിക്കുന്ന വരുമാനം നോക്കുക, ആ വരുമാനം കുറച്ച് കഴിഞ്ഞാൽ അഥവാ സ്ക്രാപ്പ് എന്ന് പറയുന്നത് നോർമൽ ലോസിൻ്റെ പരിധിയിലേക്ക് വരുന്നതാണ്. ദെൻ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ലഭിക്കും. ദെൻ നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ദെൻ ഇൻപുട്ട് മൈനസ് യൂണിറ്റ് ഓഫ് നോർമൽ ലോസ്. ദെൻ നോർമൽ ലോസ് കുറച്ച് കഴിഞ്ഞാൽ, ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദെൻ ഇൻ പ്രോസസ് എ, ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, പ്രോസസ് എയിൽ 100 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. ദെൻ അറ്റ് എ കോസ്റ്റ് ഓഫ് ₹1000, 1000 രൂപയുടെ മെറ്റീരിയലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ദെൻ ദ അതർ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ പ്രോസസ് വാസ്, ദെൻ മറ്റു എക്സ്പെൻഡിച്ചറുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ദെൻ ₹600, 600 ഓഫ് ദ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. ഈ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ദെൻ 10% ആർ നോർമലി ലോസ്റ്റ്, 10% നോർമൽ ലോസ് ആണ്. ദെൻ ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ആൻഡ് ദേ possess a scrap value. നോർമൽ ലോസിന് ഒരു സ്ക്രാപ്പ് വാല്യൂ തീരുമാനിച്ചിട്ടുണ്ട്, 7 രൂപയാണ് അതിനുള്ളത്. ദ ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് എ വാസ് ഓൺലി 75 യൂണിറ്റ്. നേരത്തെ 100 യൂണിറ്റിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, പക്ഷേ ഔട്ട്പുട്ട് ആകെ 75 യൂണിറ്റ് ഉണ്ടായിട്ടുള്ളൂ. പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. പ്രോസസ് അക്കൗണ്ടും അബ്നോർമൽ ലോസ് അക്കൗണ്ടും ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ദെൻ അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഡെബിറ്റ് സൈഡിൽ റോ മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയലും അതർ എക്സ്പെൻസുകളൊക്കെ എടുത്തു, 100 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ മെറ്റീരിയൽസിന് 1000 രൂപയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറ്റ് എക്സ്പെൻസ് 600 പറഞ്ഞിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ് ഓക്കെ ആയി. ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നോർമൽ ലോസ് അവിടെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദെൻ നോർമൽ ലോസ് നമുക്ക് 10 യൂണിറ്റ് ആണെന്ന് അവിടെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നോർമൽ ലോസ് നമുക്ക്
10% പറഞ്ഞിട്ടുണ്ട്. 10% നോർമലി ലോസ് എന്ന് പറഞ്ഞാൽ 100ൻ്റെ 10% 10 യൂണിറ്റാണെന്ന് നമുക്കറിയാം. ദെൻ ആ 10 യൂണിറ്റ് നമ്മൾ 70 രൂപ, അവിടെ 7 രൂപയാണ് അതിൻ്റെ നോർമൽ ലോസിൻ്റെ ചാർജ് എന്നും പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഓഫ് സ്ക്രാപ്പ് 7 രൂപയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നോർമൽ ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അത് 70 രൂപ കിട്ടും. ദെൻ അബ്നോർമൽ ലോസ് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ് ആണ് നമ്മൾ അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് വെച്ച് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ അബ്നോർമൽ ലോസ് നമുക്ക് 15 യൂണിറ്റും അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് 255 നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അഥവാ ആ ഇക്വേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് 255 നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും. ദെൻ നമ്മൾ അടുത്ത പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 75 യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് എന്നുള്ളതും കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അത് 1275 രൂപയാണെന്നുള്ളതാണ്. ദെൻ ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ പ്രോസസ് അക്കൗണ്ടിൽ ഇവിടെ 15 യൂണിറ്റ് നമുക്കുണ്ട്. നേരത്തെ നമ്മൾ കണ്ടു അബ്നോർമൽ ലോസിൽ 15 യൂണിറ്റ് ആണെന്നുള്ളത്, 255 രൂപയാണെന്നുള്ളത് നമ്മൾ കണ്ടു. ദെൻ അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് നമ്മൾ സ്ക്രാപ്പായിട്ട് അവിടെ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് 7 രൂപക്കാണെന്നും പറഞ്ഞു. ദെൻ അത് 15 യൂണിറ്റ് 105 രൂപയാണ്. ദെൻ ബാലൻസിങ് ഫിഗർ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് 150 രൂപ പോകും എന്നുള്ളതും. ദെൻ ഇനി നമ്മൾ നോർമൽ ലോസും അതുപോലെ തന്നെ അബ്നോർമൽ ലോസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ദെൻ നോക്കുക, നമ്മൾ ഒന്നാമത്തെ നോർമൽ ലോസ് ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. നോർമൽ ലോസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ്. നോർമലി അത് സംഭവിക്കുകയും ചെയ്യും. ദെൻ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവോയ്ഡബിൾ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അബ്നോർമൽ ലോസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ദെൻ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. രണ്ടാമത്തെ ഇറ്റ് ഈസ് ഓഫ് റിക്കറിങ് നേച്ചർ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും സംഭവിക്കുന്നതാണ് നോർമൽ ലോസ്. എന്നാൽ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ആക്സിഡൻ്റൽ നേച്ചർ, അത് അശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ അപകടപരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദെൻ മൂന്നാമത്തെ ഇറ്റ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി നമുക്ക് നോർമൽ ലോസ് കണ്ടെത്താൻ സാധിക്കും. ദെൻ ഇറ്റ് കനോട്ട് ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ്, ഒരിക്കലും അബ്നോർമൽ ലോസ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നടക്കുന്ന സംഭവമാണെങ്കിൽ നമുക്കത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ആക്സിഡൻ്റലി ഒരിക്കലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ അത് ഇത്ര ശതമാനം കേടുപാട് സംഭവിക്കും എന്ന് നമ്മൾ മുൻകൂട്ടി കാണാറില്ല. ദെൻ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത്ര സംഭവിച്ചെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ദെൻ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് ഒരിക്കലും എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നാലാമത്തെ ഇറ്റ് ഈസ് ഫൗണ്ട് ആസ് ഇൻപുട്ട് ഇൻറ്റു എക്സ്പെക്റ്റഡ് പെർസെൻറ്റേജ് ഓഫ് നോർമൽ ലോസ്. ദെൻ നോർമൽ ലോസ് കണ്ടെത്തുന്നത് ദെൻ ഇൻപുട്ട് ഇൻറ്റു എക്സ്പെക്റ്റഡ് പെർസെൻറ്റേജ് ഓഫ് നോർമൽ ലോസ് ആണ്. ദെൻ അബ്നോർമൽ ലോസ് കണ്ടെത്തുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ആസ് ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. ഇൻപുട്ടിൽ നിന്നും നോർമൽ ലോസ് കുറയ്ക്കുക, ദെൻ അതുപോലെ ആക്ച്വൽ ഔട്ട്പുട്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അബ്നോർമൽ ലോസ് കിട്ടും. ദെൻ അഞ്ചാമത്തേത് ഇഫ് ഇറ്റ് ഈസ് വേസ്റ്റ് ആവുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ക്വാണ്ടിറ്റി കോളം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോസസ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ക്വാണ്ടിറ്റി കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. ദെൻ ഇഫ് ഇറ്റ് ഈസ് സ്ക്രാപ്പ് ആവുകയാണെങ്കിൽ ദെൻ ദ സെയിൽ ഓഫ് സ്ക്രാപ്പ് ഈസ് റെക്കോർഡഡ് ഇൻ ദി ക്വാണ്ടിറ്റി കോളം ആൻഡ് വാല്യൂ കോളം ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോസസ് അക്കൗണ്ട്. ഇൻ കേസ് ഈ സാധനം നമ്മൾ സ്ക്രാപ്പ് ആക്കിയിട്ട് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും എമൗണ്ടും നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. കാരണം അതിൻ്റെ ഇൻകം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ദെൻ അബ്നോർമൽ ലോസിൽ ദ റിയലൈസബിൾ വാല്യൂ ഓഫ് സ്ക്രാപ്പ് ഈസ് ക്രെഡിറ്റഡ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു അതിൻ്റെ റിയലൈസബിൾ വാല്യൂ ആണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്, കാരണം അത് സ്ക്രാപ്പായിട്ട് നമ്മൾ വിൽക്കുന്നുണ്ട്. ദെൻ ആറാമത്തേത് ഇറ്റ്സ് കോസ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ബൈ ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കൃത്യമായിട്ടും ഇത് ഔട്ട്പുട്ടിൽ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ദെൻ അതുകൊണ്ടാണ് അത് അങ്ങനെ നേരത്തെ നമ്മൾ അത് ചെയ്തത്. ദെൻ ആറാമത്തേത് ഇറ്റ്സ് കോസ്റ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഒരിക്കലും പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്നില്ല. ദെൻ ആൻഡ് ഈസ് ചാർജ്ഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് നിന്നാണ് നമ്മളിത് കുറക്കുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നില്ല. പകരം ഇത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇത് അങ്ങനെ തന്നെയാണ് ചെയ്തത്. അക്കൗണ്ട് ക്ലോസ് ചെയ്തപ്പം നേരത്തെ നമ്മൾ അബ്നോർമൽ പ്രോസസ് അക്കൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മുടെ ലാഭത്തിൽ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത്. ദെൻ ഏഴാമത്തേത് ദെൻ ഇറ്റ് ഈസ് എ നോൺ ഇൻഷൂറബിൾ ലോസ്. ഒരു നോർമൽ കേസിൽ സംഭവിക്കുന്ന ലോസിനൊന്നും നമ്മൾ ഇൻഷൂർ ചെയ്യാറില്ല. അത് ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു അബ്നോർമൽ ലോസ് സംഭവിച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇൻഷൂറബിൾ ലോസ്.
അതൊരു ഇൻഷൂറബിൾ ലോസ് ആയിട്ട് നമുക്ക് ഇൻഷൂർ ചെയ്യാൻ സാധിക്കുന്ന ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ദെൻ ഇനി മൂന്നാമത്തെ ഒരു കേസ് നമുക്ക് എടുക്കാം. അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ 4 സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ മൂന്നാമത്തേത് അബ്നോർമൽ ഗെയിൻ. ദെൻ സംടൈംസ് ആക്ച്വൽ ലോസ് ഓർ വേസ്റ്റേജ് ഇൻ എ പ്രോസസ് ഈസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ് നോർമൽ ലോസ്. ആക്ച്വൽ ലോസ് എക്സ്പെക്റ്റഡ് നോർമൽ ലോസിനേക്കാൾ കുറവായിരിക്കും എന്നുള്ളതാണ്. ഇൻ ദിസ് കേസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ലോസ് ആൻഡ് എക്സ്പെക്റ്റഡ് ലോസ് ഈസ് നോൺ ആസ് അബ്നോർമൽ ഗെയിൻ. അഥവാ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു 100 രൂപ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കോസ്റ്റായിട്ട്. ദെൻ ആ സമയത്ത് 80 രൂപയാണ് അതിന് കോസ്റ്റായത്. അങ്ങനെയാണെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന 20 രൂപ നമുക്ക് അബ്നോർമൽ ഗെയിനാണ്, നമുക്ക് നേട്ടമാണ്. കാരണം 100-ന് തീർക്കേണ്ട ഒരു സാധനം നമ്മൾ 80-ന് തന്നെ തീർത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ 20 രൂപ നമുക്ക് ഗെയിൻ ആയിട്ടാണ് നമുക്ക് കണക്കാക്കുക. ദെൻ അല്ലെങ്കിൽ അതിന് അബ്നോർമൽ എഫക്റ്റീവ് എന്നും പറയാം. ദെൻ ഇൻ അതർ വേർഡ്സ് വെൻ ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് മോർ ദാൻ ദ നോർമൽ ഔട്ട്പുട്ട്. ദെൻ നോർമൽ ഔട്ട്പുട്ടിനേക്കാൾ ആക്ച്വൽ പ്രൊഡക്ഷൻ കൂടി. നേരത്തെ ഒരു 100 ക്വാണ്ടിറ്റിയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അതിൽ നിന്ന്, പക്ഷേ 150 ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ആ ഒരു അവസ്ഥയും ഇങ്ങനെ പറയാവുന്നതാണ്. ദ ഡിഫറൻസ് ഈസ് കോൾഡ് അബ്നോർമൽ ഗെയിൻ. ദെൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്നുള്ളത് നോക്കാം. അബ്നോർമൽ ഗെയിൻ ഈസ് വാല്യൂഡ് ഇൻ ദ സെയിം മാനർ ആസ് അബ്നോർമൽ ലോസ് ഈസ് വാല്യൂഡ്. അബ്നോർമൽ ലോസ് എങ്ങനെയാണോ നമ്മൾ വാല്യൂ ചെയ്തത് അതേപോലെ തന്നെയാണ് അബ്നോർമൽ ഗെയിനും നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ ഈസ് ഡെബിറ്റഡ് ടു പ്രോസസ് അക്കൗണ്ട്. അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു ആൻഡ് ക്രെഡിറ്റഡ് ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തും. ദ വാല്യൂ ഓഫ് സ്ക്രാപ്പ് അഥവാ യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ ഇൻറ്റു സ്ക്രാപ്പ് വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ഈസ് ഡെബിറ്റഡ് ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. ദെൻ സ്ക്രാപ്പിൻ്റെ വാല്യൂ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകോ ആയിട്ട് രേഖപ്പെടുത്തും ആൻഡ് ക്രെഡിറ്റഡ് ടു നോർമൽ പ്രോസസ് അക്കൗണ്ട്. നോർമൽ പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ദെൻ ദ വാല്യൂ ഓഫ് സ്ക്രാപ്പ് ഈസ് ഡെബിറ്റഡ് ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ ദ വാല്യൂ ഓഫ് സ്ക്രാപ്പ് ഡെബിറ്റ് ചെയ്യും. ദെൻ ക്രെഡിറ്റഡ് ടു നോർമൽ ലോസ് അക്കൗണ്ട്. നോർമൽ ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റും രേഖപ്പെടുത്തും. ദ നോർമൽ ലോസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബിക്കോസ് ഓഫ് ദ ലോസ് ഓഫ് ഇൻകം. നമ്മൾ ഇൻകം കുറയുകയാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഓൺ അക്കൗണ്ട് ഓഫ് അബ്നോർമൽ ഗെയിൻ. ഓക്കെ. ദെൻ അൾട്ടിമേറ്റ്ലി അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ദ ബാലൻസ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട്. ദെൻ അബ്നോർമൽ ഗെയിൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ലോസ് ഒക്കെ ചെയ്ത പോലെ ഇത് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കും. ക്രെഡിറ്റ് ബാലൻസിലേക്കാണ് അത് പോകുക. ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. ദെൻ പ്രൊഡക്റ്റ് എ ഈസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഇറ്റ് പാസസ് ത്രൂ 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ്. ദെൻ 3 പ്രധാനപ്പെട്ട ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സിലൂടെ എ കടന്നു പോകുന്നു. അതിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് തന്ന്. ദെൻ 2000 കിലോഗ്രാം മെറ്റീരിയൽ ഉണ്ട്. ദെൻ അറ്റ് 5 per kg എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2000 കിലോ 5 രൂപ നിരക്കിൽ. ദെൻ വേർ ഇഷ്യൂഡ് ടു ദ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വേജസ് എമൗണ്ട് 900 ഉണ്ട് ആൻഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഇൻകേർഡ് വാസ് 500 ഉണ്ട്. ദെൻ നോർമൽ ലോസ് ഈസ് എസ്റ്റിമേറ്റഡ്. നോർമൽ ലോസ് 10% ഓഫ് ഇൻപുട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദിസ് വേസ്റ്റേജ് ഈസ് സോൾഡ് അറ്റ് 3 per kg. ദെൻ 3 രൂപയാണ്. ദിസ് വേസ്റ്റേജ് ഈസ് സോൾഡ് അറ്റ് 3 per kg. വേസ്റ്റേജ് 3 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ നോർമൽ ലോസിൻ്റെ കാര്യമാണ് പറയുന്നത്. ദെൻ ദ ആക്ച്വൽ ഔട്ട്പുട്ട് 1850 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ പ്രോസസ് 1 അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ഗെയിൻ ഓർ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആസ് ദ കേസ് മേ ബി. ദെൻ നമ്മൾ പ്രോസസ് 1-ൻ്റെ അക്കൗണ്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. ദെൻ അബ്നോർമൽ ഗെയിനോ അല്ലെങ്കിൽ അബ്നോർമൽ ലോസോ ഏതാണോ സംഭവിക്കുന്നത് അതിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്രോസസ് 1 അക്കൗണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഡെബിറ്റ് സൈഡിൽ അവിടെ 2000 ക്വാണ്ടിറ്റിയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ രേഖപ്പെടുത്തുന്നു. അതിന് 10000 രൂപയാണെന്നുള്ളതും അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റനിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്കത് 2000 × 5 ആണെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് 10000 എന്ന് കൃത്യമായിട്ട് കണ്ടെത്താം. ദെൻ വേജസ് 900 എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 500 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്നോർമൽ ഗെയിൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അബ്നോർമൽ ഗെയിന് 50 യൂണിറ്റാണ് അബ്നോർമൽ ഗെയിൻ എന്നുള്ളതാണ്. ദെൻ അത് 300 രൂപയാണ് അതിൻ്റെ എമൗണ്ട് നമ്മൾ കണക്കാക്കുന്നത്. ദെൻ നോർമൽ ലോസ് അഥവാ നോർമൽ ലോസിൻ്റെ സെയിൽ വാല്യൂ അവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് നമുക്ക്. ദെൻ അത് വെച്ച് 3 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 200 യൂണിറ്റിന് 3 രൂപ വെച്ച് 600 രൂപ. ദെൻ പ്രോസസ് 1-ൻ്റെ ട്രാൻസ്ഫർ നമുക്ക് 1850 യൂണിറ്റ് 11100 രൂപ ലഭിക്കും എന്നുള്ളതാണ്.
ഇവിടെ നമുക്ക് അബ്നോർമൽ ഗെയിന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് നേരത്തെയുള്ള ഇക്വേഷൻസ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമുക്കതിൻ്റെ ഡയറക്റ്റായിട്ട് അബ്നോർമൽ ഗെയിന് കണ്ടെത്താവുന്നതാണ്. ദെൻ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അവിടെ നോർമൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്, അത് നമ്മൾ രേഖപ്പെടുത്തുന്നു. ദെൻ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രോസസ് 1ലേക്ക്. ദെൻ അവിടെ കൃത്യമായിട്ട് ക്വാണ്ടിറ്റിയും എമൗണ്ടും നോക്കുക. ദെൻ ഇനി നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലംസുകൾ നേരത്തെ ഉൾപ്പെടുത്തണം എന്നുള്ളത് പലരും വാട്സപ്പിലൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ദെൻ അത് പ്രകാരം പ്രാക്ടിക്കൽ പ്രോബ്ലംസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഒന്നാമത്തെ പ്രോബ്ലം നമ്മളിവിടെ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദെൻ അതിൻ്റെ ആൻസർ പ്രോസസ് 1ൽ പ്രോസസ് 1ൽ നമ്മൾ 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 2600 യൂണിറ്റും അതുപോലെ തന്നെ 13000 എമൗണ്ടും ആണ് വരുന്നത്. ദെൻ പ്രോസസ് 1ൽ. ദെൻ പ്രോസസ് 2ൽ വരുമ്പോൾ അവിടെ പ്രോസസ് 2ൽ നിന്ന് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ പ്രോസസ് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 2200 യൂണിറ്റ്. ദെൻ 19800 ആണ് അവിടെ വരുന്നത്. അവിടെ പ്രോസസ് നോർമൽ വേസ്റ്റേജുകളൊക്കെ സംഭവിക്കുന്നുണ്ട്, കൃത്യമായിട്ട് നോക്കണം. ദെൻ പ്രോസസ് 3ലേക്ക് വരുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ ക്വസ്റ്റനിലുണ്ട്. ദെൻ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ദെൻ 2400 യൂണിറ്റ് 32,000 രൂപ വെച്ചിട്ടാണ് അവിടെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്പണിംഗ് സ്റ്റോക്കുകളും ക്ലോസിംഗ് സ്റ്റോക്കുകളൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ കവർ ചെയ്യാനുള്ളത്. ദെൻ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ 2 ഭാഗമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ദെൻ പാർട്ട് 1ൽ അതിൻ്റെ തിയറി ഭാഗവും പാർട്ട് 2ൽ അതിൻ്റെ പ്രോബ്ലം ഭാഗവുമാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്തത് പ്രോസസ് കോസ്റ്റിങ്ങിലെ പ്രോസസ് അക്കൗണ്ടിൻ്റെ മീനിങ്ങുകളും അതുപോലെ തന്നെ ഒരു പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എങ്ങനെയെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ദെൻ പ്രോസസ് ലോസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതും, നോർമൽ പ്രോസസ് ലോസ് ആണെങ്കിൽ അതെങ്ങനെ കണ്ടെത്താം, അബ്നോർമൽ പ്രോസസ് ലോസ് ആണെങ്കിൽ അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞു. ദെൻ അതുപോലെ പ്രോസസ് ഗെയിൻ ആണെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ ഇക്വേഷൻസുകൾ ഫോർമാറ്റുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ ഒപ്പം തന്നെ നോർമൽ ലോസിൻ്റെയും അബ്നോർമൽ ലോസിൻ്റെയും ഡിഫറൻസസുകളും നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് നോർമൽ ലോസ് എന്താണ്, അബ്നോർമൽ ലോസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നോർമൽ ലോസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് സിംപ്ലി പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നോർമലി സംഭവിക്കുന്ന വേസ്റ്റേജുകളൊക്കെ നോർമൽ ലോസ് ആണ്. എന്നാൽ നോർമൽ വേസ്റ്റേജിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ കട്ട് ചെയ്യുന്നിടത്തോ അളവെടുക്കുന്നിടത്തൊക്കെ ഈ പ്രൊഡ്യൂസറുടെ അല്ലെങ്കിൽ അത് വർക്കറുടെ അശ്രദ്ധ മൂലം സംഭവിച്ചിട്ടിരിക്കുന്ന എക്സ്ട്രാ വരുന്ന എല്ലാ ലോസുകളെയും നമുക്ക് അബ്നോർമൽ ലോസ് എന്ന് പറയാം. ബേസിക്കലി അങ്ങനെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ മറ്റൊരു കോസ്റ്റിംഗ് മെത്തേഡുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വരാം. പഠന കാര്യങ്ങളിൽ നന്നായിട്ട് ഉത്സാഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു.